പേടിക്കേണ്ട. ഇപ്പോൾ മുസ്ലിമീങ്ങൾക്കിടയിലുള്ള ഒരു പുതിയ വിഷയം, മുസ്ലിമീങ്ങൾ എപ്പോഴും ആശങ്കയിലാണ്. ഇതാണ് പുതിയ നൂറ്റാണ്ടിന്റെ ഒരു പുതിയ രീതി. നമ്മളിപ്പോ ഈ അടുത്ത കാലഘട്ടത്തിലായി നമ്മളിൽ ആശങ്ക വളരുകയാണ്. ആശങ്ക ഭയത്തിലേക്കും നിരാശയിലേക്കും എത്തിക്കും. രണ്ടാണെങ്കിലും അത് പ്രസവിക്കുക കുഫറിനെയാണ്. അള്ളാഹു കാക്കട്ടെ. അതായത് ഇത് വളരെ ശ്രദ്ധിക്കണം. നമ്മൾ ഇത്രയൊന്നും കഴിവോ പ്രതാപമോ നമുക്കില്ലാത്ത കാലഘട്ടത്തിലും നമ്മുടെ നേതാക്കൾ, ബാഫക്കത്തങ്ങൾ, പൂക്കോയത്തങ്ങൾ, CH പോലത്തെ മനുഷ്യന്മാർ നമ്മളിൽ കുത്തി നിറച്ചത് ശുഭാപ്തി വിശ്വാസമാണ്, കോൺഫിഡൻസ്. ഇപ്പോൾ നമ്മുടെ ലേഖനങ്ങൾ എഴുത്ത് എല്ലാത്തിലും നന്നോക്കി കിട്ടുന്നത് നെഗറ്റീവ് മൈൻഡാ. ഇതൊരു ജനതയെ പുറകോട്ട് നയിക്കും. അതുകൊണ്ട് പത്രം വായിക്കരുത്. പേടിപ്പിക്കലാണ് മൊത്തത്തിൽ. ഞാൻ പത്രം വായിക്കാറില്ല. അള്ളാഹുവിന്റെ സഹായത്താൽ ഇന്നത്തെ പത്രം വായിച്ചിട്ടില്ല, ഇന്നലത്തെ പത്രം വായിച്ചിട്ടില്ല, മിഞ്ഞാന്നത്തെ പത്രം വായിച്ചിട്ടില്ല, എന്റെ തലേന്നത്തെ പത്രം വായിച്ചിട്ടില്ല, ഈ ആഴ്ചയുടെ പത്രം വായിച്ചിട്ടില്ല. അള്ളാഹുവിന്റെ സഹായത്താൽ. പിന്നെ സൗകര്യം കിട്ടുമ്പോൾ ആഴ്ചയിൽ 1-2 തവണ ഇങ്ങനെ തുറന്നിട്ട് സിറിയ എവിടെത്തി, ലോക ന്യൂസ് ഒന്നിങ്ങനെ നോക്കും. അത് ആവറേജ് ഇങ്ങനെ ഒരാഴ്ച അങ്ങനെ പോവുകയും ചെയ്യും. പിന്നെ പലരും ഇങ്ങനെ പറയും അത് തന്നെ. ഇതാണ് എന്റെ മൈൻഡ്. നിങ്ങൾ പത്രം വായിക്കുന്നതിന് ഞാൻ എതിരല്ല, പക്ഷെ അത് ആശങ്കകൾ ഉണ്ടാക്കുകയാണ്. ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ് മിൻ ശർരിൽ വസ്വസ്. ജനങ്ങളിൽ വസ്വാസ് ഉണ്ടാക്കുക. മിനൽ ജിന്നത്തി വന്നാസ്. ജിന്നുകൾ പണ്ടേ അത് ഏറ്റെടുത്തു, ഇപ്പൊ മനുഷ്യന്മാർ ഏറ്റെടുത്തു. മിനൽ ജിന്നത്തി വന്നാസ്. ഏറ്റവും വലിയ വസ്വാസ് ഉണ്ടാക്കുന്നത് പത്രങ്ങൾ, മീഡിയാസാണ്. അവർ ഇപ്പോൾ ഉണ്ട്. ഞാൻ ഈ മീഡിയാസിന്റെ യാഥാർത്ഥ്യം നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. മീഡിയാസ് പൊക്കിക്കൊണ്ടുവരുന്നതിന് മനുഷ്യന്റെ മനസ്സങ്ങോട്ട് അടിമപ്പെടും. എന്നിട്ട് മനുഷ്യൻ വെറുതെ ആശങ്കപ്പെടും. ഞങ്ങൾക്ക് കാര്യം പറഞ്ഞുതരാം. 8 മാസം മുമ്പ് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം നായ്ക്കളായിരുന്നു. എന്നിട്ട് ഒരു നായയെയും കൊല്ലാൻ സർക്കാർ സമ്മതിച്ചില്ല, മേനകാ ഗാന്ധി സമ്മതിച്ചില്ല. അപ്പോൾ പിന്നെ പത്രക്കാരെ വിട്ടു. നായ്ക്കളോ, അന്നത്തെ നായ്ക്കളും പിന്നെ പെറ്റുപെരുകി നായ്ക്കളും എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. ബഹുമാനപ്പെട്ട നായ്ക്കൾ അമേരിക്കയിൽ പോയിട്ടില്ല. പക്ഷെ അതൊരു ചർച്ചയല്ല ജനങ്ങൾക്കിടയിൽ. കാരണം പത്രത്തിലില്ല, ഇപ്പോൾ മനസ്സിലും ഇല്ല. നിങ്ങൾ ഇത് മാത്രം ആലോചിക്കുക. ഇത് മാത്രം. അല്ലത് യുവസ്വീസു ഫീസു. പത്രത്തിൽ നായ്ക്കളുള്ള കാലത്ത് എവിടെ നോക്കിയാലും നായ്ക്കളുണ്ടായിരുന്നു. പത്രത്തിൽ നായ്ക്കളില്ല, എവിടെയില്ല. ആനുപാതികമായി പണ്ടുള്ള നായ്ക്കൾ തന്നെ ഇപ്പോഴത്തെ നായ്ക്കൾ. പക്ഷെ ഇടക്കാലത്ത് പത്രത്തിലെ നായ്ക്കൾ ഉണ്ടായപ്പോൾ നമ്മൾ എവിടെ നോക്കിയാലും ആരാണ്? അവിടെ നായി പട നായി പട. ഇപ്പോൾ പത്രത്തിൽ നായ്ക്കളില്ല, നമ്മളെ മുന്നിൽ നായ്ക്കളില്ല. ഒരാഴ്ച ഒരു പെണ്ണിനെ പീഡിപ്പിച്ചാൽ 2 ആഴ്ച മുഴുവനും പെണ്ണിനെ പീഡിപ്പിക്കലായിരിക്കും. ഒരാഴ്ച ഒരു പെണ്ണിനെ ആരോ ബസ്സിന്ന് തോന്നിയാസം കാട്ടിയാൽ പിന്നെ ഒരു 2 ആഴ്ച ഏത് ബസ്സിലും അതന്നെ ഇരിക്കും. പിന്നെ അത് പത്രക്കാർക്ക് പുതിയ വിഷയം കിട്ടും. അപ്പൊ നമ്മളും ഓടുന്നു പോകും. പിന്നെ ബസ് അങ്ങനെ പോണുണ്ട്, പെണ്ണുങ്ങളും അങ്ങനെ പോണുണ്ട്, ചർച്ചയിലില്ല. അപ്പോഴത്തിന് പുതിയ ഒരു വിഷയം ആർക്ക് കിട്ടും? പത്രക്കാർക്ക് കിട്ടും. പത്രക്കാരെ പറ്റിയാണ് അവസാനത്തെ സൂറത്ത് പുറത്തു പറയേണ്ട. അല്ലത് യുവസ്വീസു ഫീ സുദൂരിന്നാസ്. ഈ ലോകത്ത് ഇക്കാലം വരെ പത്രം വായിച്ച ഒരാൾ മഹാനായിട്ടില്ല. അത് വസ്വാസ് ഉണ്ടാക്കലാണ്. പത്രം വായിക്കരുതെന്ന് നീ പറഞ്ഞ മാനിയില്ല. ആവറേജ് മനസ്സിലാക്കുക. എന്റെ പിന്നാലെ കൂടുന്ന ഒരു ശൈലി നല്ലതല്ല. ഇതിൽ വലിയ ദോഷം എന്താ വരുന്നറിയോ? ഇപ്പോൾ നമ്മൾ ഇങ്ങോട്ട് നോക്കി. ഇതിലുള്ള രണ്ടാമത്തെ ഒരു പ്രശ്നം എന്താന്ന് പറഞ്ഞാല്, അള്ളാഹുവിൽ നിന്ന് മനുഷ്യൻ അകന്നു പോകുകയാണ്. എന്ത് കാരണമായിട്ട്? ആശങ്കകൾ. ലേഖനങ്ങളെല്ലാം മുസ്ലിമീങ്ങളുടെ മനസ്സിൽ ഒരു തരം ഭീതി ഉണ്ടാക്കും. ഭീതിക്ക് ഇവിടെ പ്രൊഡക്റ്റാണ് എന്ത്? അടിമത്വം. ഇതിനെ ഞാൻ ഭയപ്പെടുന്നത് നിങ്ങൾ എഴുതി വെച്ചോളി. എനിക്കൊരു 3-3.5 ഫൂട്ടേ വലിപ്പുള്ളൂ എന്നുള്ളത് നിങ്ങൾ ബേജാറാവണ്ട. നിങ്ങൾ എഴുതി വെച്ചോളി. ഇത് ചരിത്രത്തിൽ എഴുതി വെച്ചോളി. ഈ നിലക്ക് നമ്മൾ പോയാൽ അടുത്ത മുസ്ലിം സമുദായത്തിലെ മക്കൾ അടിമകളായിരിക്കും. കാരണം അരക്ഷിതാവസ്ഥ, അടിമത്വം. ഒരു നേതാവ് ജനങ്ങൾക്ക് കൊടുക്കേണ്ടത്, ഒരു സൊസൈറ്റി ജനങ്ങൾക്കുള്ള ശുഭാപ്തി വിശ്വാസമാണ്. 2 ലക്ഷം ആളുകളോട് യുദ്ധം ചെയ്യാൻ വേണ്ടി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 4000 പട്ടാളക്കാരെ പറഞ്ഞയച്ചു മൂത്തത്തിലേക്ക്. കേട്ടോളൂ ഒരൊറ്റ സംഭവം. നിങ്ങൾ അതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കാൻ കഴിയും നിങ്ങൾക്ക്.
മുഅ്തദിലേക്ക് പറഞ്ഞയച്ചു. 2 ലക്ഷം പട്ടാളത്തിനെതിരെ യുദ്ധം ചെയ്യാൻ മുത്തുനബി എത്ര ആളെ? 4000 ആളെ പറഞ്ഞയച്ചപ്പോൾ തന്നെ പറഞ്ഞു, സയ്യിദ് ബിൻ ഹാരിസ, അബ്ദുല്ലാഹി ബിൻ റവാഹ, ജഅഫർ ബിൻ അബി ത്വാലിബ്, ഇവർ 3 ആളും ഈ യുദ്ധത്തിൽ മരിച്ചു എന്ന് നബി നേരത്തെ സൂചിപ്പിച്ചു. യുദ്ധം തുടങ്ങിയപ്പോൾ ഈ 3 ആളും മരിച്ചു. സയ്യിദ് ബിൻ ഹാരിസ മരിച്ചു, അബ്ദുല്ലാഹി ബിൻ റവാഹ മരിച്ചു, ജഅഫർ ബിൻ അബി ത്വാലിബ് മരിച്ചു. റളിയല്ലാഹു അൻഹു. അല്ലാഹു ദറജയേറ്റി കൊടുക്കട്ടെ. ഞാൻ പലപ്പോഴും അവരുടെ മഖ്ബറ സിയാറത്ത് ചെയ്തിട്ടുണ്ട്. അവര് ജോർദാന്റെ ഒരു ഉൾസൈഡിലാണ്. അത് കഴിഞ്ഞു 3 ആളും ഇവരാണ് ആദ്യത്തെ നേതാക്കന്മാർ ഈ യുദ്ധത്തിൽ. ഇവർ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നേതാവിനെ നിങ്ങൾ തിരഞ്ഞെടുക്കണമെന്ന് നബി സ്വഹാബികളോട് ഉണർത്തി. അപ്പോൾ 4000 സൈന്യം ബാക്കിയുള്ളവർ എന്ത് ചെയ്തു? തമ്മിലുണ്ട് നോക്കിയിട്ട് നേതാവാക്കി ആരെ? ഖാലിദ് ബിൻ വലീദിനെ റളിയല്ലാഹു അൻഹു. ഖാലിദ് രംഗത്ത് വരികയാണ്. ഖാലിദിന്റെ മുന്നിൽ 2 ലക്ഷം പട്ടാളം. ഖാലിദിന്റെ കൂടെ എത്ര? 4000. ഇനി എന്താ ഖാലിദ് ചെയ്തറിയോ? ഖാലിദ് ചെയ്തോ നോക്കിക്കളി, ഭയങ്കര പ്രശ്നമാണ്. ഈ ഖാലിദിന് ഭയങ്കര പാഠം പഠിക്കാണ്ട്. ഈ യുദ്ധത്തിൽ യുദ്ധം നടന്നിട്ടില്ലെങ്കിലും ഖാലിദിന് സൈഫുല്ലാ, അള്ളാഹുവിന്റെ വാൾ എന്ന പേര് കിട്ടി. എന്താ ഖാലിദ് ചെയ്തതെന്നറിയോ? ഖാലിദ് ബാക്കിലുള്ള പട്ടാളക്കാരെ വസ്ത്രം മാറ്റി മുന്നിൽ നിർത്തി. മുന്നിലെ പട്ടാളക്കാരെ ബാക്കിലേക്ക് പിൻവലിച്ചു. അവരോട് പറഞ്ഞു, നിങ്ങൾ ഒന്നും ചെയ്യണ്ട. മനസ്സിലായില്ല? ബാക്കിലെ പട്ടാളക്കാരെ കുപ്പായം മാറ്റിയിട്ട് മുന്നിലേക്ക് നിർത്തി. മുന്നിലെ പട്ടാളക്കാരെ ബാക്കിലേക്ക് പിൻവലിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഒന്നും ചെയ്യണ്ട. നിങ്ങൾ മണ്ണിൽ കാലിട്ടടിച്ചിട്ട് പൊടിപടലം പറത്തുകയും ശബ്ദമുണ്ടാക്കുകയും ഇങ്ങനെ ശബ്ദമുണ്ടാക്കുകയും ചെയ്യാന്നറിഞ്ഞു ഖാലിദ് റളിയല്ലാഹു അൻഹു. ബൈസന്റൻസ് വീണ്ടും യുദ്ധക്കളത്തിൽ ഇറക്കിറങ്ങാം. അപ്പോൾ ബൈസന്റൻ പട്ടാളം അത്ഭുതപ്പെട്ടു പോയി. നേരത്തെ കണ്ട പടയേ അല്ല. രാവിലെ അവർ യുദ്ധം ചെയ്ത പടയേ അല്ല ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത്. ബാക്കിനാട്ടെ ശബ്ദം, പൊടിപടലം ഉയരുന്നു, കുളമ്പടി ശബ്ദം. അപ്പോൾ വിചാരിച്ചു മദീനയിൽ പുതിയ പട്ടാളങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇവർ കുറഞ്ഞാൽ തന്നെ ഇവർ ഖത്തർനാക്കാണ്, ഭയങ്കര പ്രശ്നമാണ്. ഇപ്പോൾ പുതിയ പട്ടാളം. ഇത് കണ്ടതോടുകൂടെ മറ്റവർക്ക് ആശങ്കയായി. അപ്പോൾ അവർക്ക് ശുഭാപ്തി വിശ്വാസം ചോർന്നു. അപ്പോൾ അവർ ബാക്കിലേക്കാണ് പോയി. ഖാലിദ് മെല്ലെ മദീനയ്ക്കാണ് കൊന്നു. ഒരാളെയും കൊന്നില്ല. മനസ്സിലായില്ല? അവർ നേരെ 2 ലക്ഷം എന്തായി? പുറകോട്ടാണ് പോയി. കാരണം അടിക്കാൻ പറ്റില്ല എന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. മനസ്സിലായില്ല? എന്നാ ഇവിടെ വല്ലതും നടന്നിട്ടുണ്ടോ? ഇവിടെ എന്താ നടന്നത്? ബാക്കിലുള്ള പട്ടാളക്കാരെ കുപ്പായം മാറ്റി മുന്നിൽ നിർത്തി. അപ്പൊ ബാക്കിൽ നിന്ന് ടപ്പടപ്പെടന്നുള്ള ഒച്ചയും. അപ്പോൾ മുന്നിലുള്ള ശത്രുക്കൾക്ക് എന്ത് തോന്നി? പുതിയ പട്ടാളക്കാര്, ഉഷാറുള്ള ആളുകൾ വന്നിട്ടുണ്ട്. ബാക്കിൽ നിന്ന് പുതിയ അണികൾ വരുന്നുണ്ട്. രാവിലെ നമ്മളോട് യുദ്ധം ചെയ്ത 4000 അവിടെ വിശ്രമിക്കുന്നുണ്ട്. നമ്മളിതിന് മേക്കെട്ടിട്ട് കാര്യമല്ല. നേരെ പുറകോട്ടാണ് പോയി അവര്. അതിന്റെ ഇടയിൽ ഖാലിദ് നേരെ എന്ത് ചെയ്തു? നേരെ മദീനയ്ക്ക് തിരിച്ചു പോകും. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, സൈഫുല്ലാഹ്, ഇവൻ അള്ളാന്റെ വാളാണ്. യുദ്ധം നടക്കാതെ അള്ളാന്റെ വാള് എന്ന് പേരെടുത്തു. എന്തുകൊണ്ട്? പട്ടാളക്കാർക്ക് കൊടുക്കേണ്ടത് ശുഭാപ്തി വിശ്വാസം, മറുചേരിക്ക് കൊടുക്കേണ്ടത് ഭീതി, ആശങ്ക. അതാണ് ഇപ്പൊ നമ്മൾ മുണുങ്ങുന്നത്. അള്ളാഹുവിലുള്ള ശുക്ർ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ശുക്ർ പ്രതിസന്ധി നേരങ്ങളിൽ അള്ളാഹുവിനെ വിശ്വസിക്കലാണ് ഒരു ശുക്ർ. ഈ അഫലാ യശ്കുറു എന്ന് പറഞ്ഞല്ലോ, നമുക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? 10 ആള് കൂടിയിട്ട് ഒരു കുട്ടിയെ പൊട്ടക്കിണറ്റിലേക്ക് തള്ളി. 10 ആള് കൂടിയിട്ട്. അപ്പോൾ അള്ളാഹ് എന്ന് പറഞ്ഞ് കരഞ്ഞ് ഈ കുട്ടി. പിന്നെ 40 കൊല്ലം കഴിഞ്ഞിട്ട് ഈ കുട്ടിയെ ഈ 10 ആള് കാണുകയാണ്. അപ്പോൾ ഈ കുട്ടിയുടെ അവസ്ഥ എന്താന്ന് വെച്ചാൽ, ഇയാളാണെന്ന് നമുക്ക് അറിയില്ല. പക്ഷെ ആർക്കറിയും? ഇയാൾക്കറിയാലോ, നമ്മളാളുകൾ വരുന്നുണ്ട്. ഇവര് ദർബാറിൽ ഉയർത്തിക്കെട്ടിയ ഒരു സ്ഥലത്ത് ഒരു ഉയർത്തിക്കെട്ടിയ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. അതിന്റെ മുകളിൽ സിംഹാസനം ഇട്ടിട്ടുണ്ട്. കുർസിയും മിൻ ദഹബിൻ. അതിന്റെ മാനൊക്കെ മനസ്സിലാക്കാൻ മാത്രമുള്ള ക്ലാസ്സിലൊക്കെ നിങ്ങൾ വന്നിട്ടുണ്ട്. കുർസിയും മിൻ ദഹബിൻ, സ്വർണത്തിന്റെ സിംഹാസനം. അങ്ങനെ ഇരിക്കുക, ഒരു ഉയർത്തിക്കെട്ടിയ പ്ലാറ്റ്ഫോമിന്റെ മുകളിൽ ഇരിക്കുക. എന്തില്? അലങ്കരിച്ച ഒരു ഭാഗത്ത് ഇങ്ങനെ ഇരിക്കുക. സ്വർണ സിംഹാസനത്തിൽ ഒരാള്. വഅലൈഹി താജും മിൻ ദഹബിൻ.
അലൈഹി താജും മിൻ ദഹബിൻ, അയാളുടെ തലക്ക് മുകളിൽ സ്വർണത്തിന്റെ കിരീടം. വഖമീസുഹു ഖൈതുഹു മിൻ ഹരീരിൻ വമിൻ ദഹബിൻ, അദ്ദേഹത്തിന്റെ കോട്ടാകട്ടെ സ്വർണ്ണനൂലും പട്ടുനൂലും കൂട്ടിപ്പിരിച്ചത്. വഅസ്റാറുഹു മിൻ ദഹബിൻ, ആ കമീസിന്റെ ബട്ടൺസ് മുഴുവൻ സ്വർണം. വജുനൂദുഹു ഹൗലൈഹി, ചുറ്റും രണ്ടു ഭാഗത്തും പട്ടാള സമൂഹം. ഇങ്ങനെ ഇരിക്ക ഒരാള്. വവജുഹുഹു കൽ ഖമരി ലൈലത്തുൽ ബദ്രി, മുഖം കണ്ടാൽ പൂർണ്ണ നിലാവുള്ള നക്ഷത്രത്തെ പോലെ. ഇവര് താഴെ വന്നിട്ട് നിന്ന് പറഞ്ഞു, യാ അയ്യുഹൽ അസീസ്, യോഗ്യനെ മസ്സന വാഹിലൻ അൽറുഹു, പട്ടിണി കിടന്നിട്ട് പോന്നതാണ്. ഇത് പറയാനാ ഖുർആൻ വന്നത്. പേടിക്കണ്ട, ശുഭാപ്തി വിശ്വാസം കൈവിടണ്ട. ആ അള്ളാഹ് തന്നെയാണ് ഇപ്പോഴത്തെ അള്ളാഹ്. वो अल्लाह उस जमाना का अल्लाह मर गया, अभी दूसरा अल्लाह है. അങ്ങനെയാണടാ. उसी टाइम एक बड़ा अल्लाह था, वो मर गया, अभी एक दूसरा अल्लाह है. അങ്ങനെയാണോ? കലാം ഹു അല്ലാഹ്, ആ അള്ളാഹ് തന്നെയാണ്. പറയട കുട്ടികളെ, ആ അള്ളാഹ് തന്നെയാണ്. നരേന്ദ്രമോദിയുടെ നാട്ടിലെ അള്ളാഹ് ആ അള്ളാഹ് തന്നെയാണ്. ഡൊണാൾഡ് ട്രംപിന്റെയും അള്ളാഹ്. ഒരു പേടിയും പേടിക്കണ്ട. ഇതിനാണൊരു ശുക്ർ അറിയാം. നിൽക്കേണ്ടടുത്ത് ആരുടെ കൂടെ നിൽക്കുക? അള്ളാഹിന്റെ കൂടെ നിൽക്കുക. പേടിക്കൊന്നും വേണ്ട. ഞങ്ങള് എന്താ പറയുന്നത്? മസന വാഹില, ഞങ്ങളും കുട്ടികളും പേരക്കുട്ടികളും പട്ടിണി അടന്ന് വന്നതാണ്. റേഷൻ വാങ്ങാൻ വേണ്ടി കൊണ്ടുവന്ന നാണയം വിലയില്ലാത്തതാണ്. നാണയം നോക്കരുത്. കൈല, ഞങ്ങൾക്ക് പൂർത്തി അളന്നു തരണം. വതസദ്ദഖ അലൈന, കുറച്ച് സദഖയും തരണം. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതസദ്ദിഖീൻ, സദഖ കൊടുക്കണോരെ അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമാണ്. വയറിയാ പള്ളിക്ക് പിരിക്കണ വയറിലാ പറയണത്. ഇവര് വലിയ അള്ളാന്റെ കൂട്ടരാന്ന് ഇയാൾക്കറിയാലോ. അള്ളയാണ് ഞങ്ങൾ പൊട്ടക്കിണറ്റക്ക് ഇടല്ലേ എന്ന് പറഞ്ഞപ്പോ ചവിട്ടിട്ട് എറിഞ്ഞ കൂട്ടരാണ്. ഇപ്പൊ ആരെ പറ്റി വെള്ളം പറയണത്? വലിയ വർത്താനത്. ഇവരെന്താ അവസാനം പറഞ്ഞറിയോ? ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതസദ്ദിഖീൻ, സദഖ കൊടുക്കണോരെ അല്ലാഹു തആലക്ക് വലിയ ഇഷ്ടാണ്. നിങ്ങൾ കുറച്ച് സദഖയും തരണം. 40 കൊല്ലം കഴിഞ്ഞപ്പോഴത്തിന് അട്ടി മറിച്ചു. അബി ഇപ്പോഴും ആരെന്നെയാണ്? ഓഹേ वही है, दूसरा अल्लाह नहीं. അള്ളാഹു തന്നെയാണ് ഇപ്പോഴത്തെ അള്ളാഹ്. അള്ളാഹുവിൽ വിശ്വസിക്കാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. ഒരു പേടിയും പേടിക്കണ്ട. 100 പൗണ്ട് കൊടുത്തിട്ടാണ് കഴിഞ്ഞ ആഴ്ച ഞാൻ ഫിറാവിനെ കണ്ടത്. കഴിഞ്ഞതിന്റെ മേലത്തെ കൊല്ലം കണ്ടത് 15 പൗണ്ടിനാണ്. ഈ കൊല്ലം കണ്ടത് കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് കണ്ടത് 100 പൗണ്ടിനാണ്. 55 പൗണ്ട് കൂടുതലാണ്. ഏകദേശം 1600 റുപ്യ. ഒന്ന് കാണാൻ, ഒരു മിനിറ്റ് കാണുമ്പോഴത്തേന് തള്ളും. ഒന്നിങ്ങനെ കാണാൻ ഇവൻ വലിയ പാഠമുണ്ട്. ഈജിപ്തിന്റെ പ്രധാനപ്പെട്ട വരുമാന മാർഗം. ലക്ഷക്കണക്കായ ആളുകൾ ദിവസം ആരെ വന്ന് കാണും? ഫിറഔൻ. ഈ ഫിറഔന്റെ അടുത്തേക്കാണ് ഒരു മനുഷ്യനെ അള്ളാഹ് പറഞ്ഞയച്ചത്. ആ മനുഷ്യനെ ഒരു കഴുത പോലുമില്ല. കഴുത 1150 കിലോമീറ്റർ നടക്കാണ്, 10 നിറഞ്ഞ പെണ്ണുങ്ങളെയും കൊണ്ട്. അത്ര കുടുങ്ങിയ ഒരാൾ ഈ കൂട്ടത്തിലുണ്ടോ? ബോലോ പറയടാ. മൂസാന്റെ അത്ര കുടുങ്ങിയ ആരെങ്കിലും ഉണ്ടോ? അലൈഹിസ്സലാം ഉണ്ടോ? ആരെങ്കിലോടാ ഈ കൂട്ടത്തിൽ 10 കഴിഞ്ഞ ഭാര്യയെ 1150 കിലോമീറ്റർ നടത്തിക്കൊണ്ടോണ്ട് അത്ര ഗതികേടുള്ള ഒരാൾ കൂട്ടത്തിലുണ്ടെങ്കിൽ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ഒരു പിരിവും കൂടി നടത്താം. ഉണ്ടാ? പറയട കുട്ടികളെ. ഇല്ല. ഒരു കഴുതല്ല ഇയാളെ കയ്യില്. എന്തില്ല? ഒരു കഴുതല്ല. 10 കഴിഞ്ഞ പെണ്ണ് നടന്ന് തളർന്നിട്ട് വീണ് കുമ്പിട്ട് കുനിഞ്ഞു നിന്നിട്ട് ഒരു വെള്ള കുഴിയിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്ത് സഫൂറാക്ക് കൊടുത്ത്. അപ്പോഴാണ് അവിടെ ഒരു വെളിച്ചം കണ്ട്. അപ്പോൾ പറഞ്ഞു, സഫൂറ ഇരിക്ക്, ഞാൻ ഓടട്ടെ. നിനക്ക് പേടിയാവണതിന് മുമ്പ് ഞാൻ തിരിച്ചു വരും. ഞാൻ അവിടുന്ന് ഒരാളെ കൊണ്ടുവരാം. അയാൾ നമുക്ക് ഒന്നുകൂടി എളുപ്പമുള്ള വഴി കാണിച്ചു തരും. അല്ലെങ്കിൽ ഞാൻ തീക്കൊള്ളി കൊണ്ടുവരും. നിനക്ക് തീക്കായാലോ എടി എന്ന് പറഞ്ഞ് പാഞ്ഞതാണ് ആര്? സയ്യിദുനാ മൂസ. അവ വെളിച്ചത്തിന്റെ അടുത്തെത്തിയപ്പോൾ പറഞ്ഞു, മൂസ നീ വിചാരിച്ച ആളല്ല. ഇന്നി അനല്ലാ, ഞാൻ അള്ളയാണ്. ഇന്നി അനഖ്തുക
ലോകത്തെ ഏറ്റവും വലിയ പണക്കാരനും ധിക്കാരിയുമായ തമ്മാടിക്കെതിരെ ഞാൻ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. അപ്പോൾ പറഞ്ഞു, എനിക്ക് പേടിയാണ്, എനിക്ക് പേടിയാണ്, എന്റെ ഏട്ടനെ കൂട്ടിയാലും പേടിയാണ്, ഏട്ടനെ കൂട്ടിത്തരാൻ എന്നാലും പേടിയാണ്, എനിക്ക് കഴിയൂലാറും. അപ്പോൾ പറഞ്ഞു, ലാ തഖാഫ, പേടിക്കണ്ട, ഇന്നി മഅകുമാ, ഞാൻ ഒപ്പുണ്ടാവും. അസ്മാവ്, ഞാൻ എല്ലാം കേൾക്കുന്നുണ്ട്, വാറ, ഞാനെല്ലാം കണ്ടൊന്നും സംഭവിക്കില്ല. वही है ये जमाना का अल्लाह वो अल्लाह है. ആ പഴയ അല്ല തന്നെയാണ്. പറയടാ, നരേന്ദ്രമോദിയുടെ നാട്ടിലെ അള്ളയും മൂസാ നബിയുടെ കാലത്ത് അല്ല തന്നെയാണ്. ഓ മർഗയ അബി ദൂസര അല്ലാഹ് ഐസാ നഹി. എന്ത് പേടി, എന്തിനാണ് ചങ്ങാതി പേടിക്കുന്നത്? ഇതിനാണ് എന്ത് പറയാ, ശുക്ർ. അഫലാ യഷ്കുർ, നന്ദി ചെയ്തൂടെ. എന്താണെങ്കിലും ബേജാറാവണ്ട. എന്താണെങ്കിലും ട്രപ്പീസിൽ ചാടും പോലെയാണ്. ട്രപ്പീസിൽ ചാടിയാൽ മനസ്സിലായില്ല. ഒന്നിരിക്കൽ എന്ത് ചെയ്യുന്നറിയോ, കുളത്തുമ പിടിക്കും, അല്ലെങ്കിൽ എന്താവും, വലയ്ക്ക് വഴി. പേടിക്കണ്ട. ട്രപ്പീസ് കണ്ടിട്ടുണ്ടോ? കുട്ടിക്കാലത്തൊക്കെ കുറച്ച് കുതിര വിടണടാ, അതിലും വലിയ പാടുണ്ട്. ട്രപ്പീസ് കണ്ടിട്ട് നിങ്ങൾ ആരെങ്കിലും, നിങ്ങൾ വല്ല അന്തമുണ്ട് നിങ്ങൾക്ക്? ട്രപ്പീസിൽ വലിയ പാടുണ്ട്, അതിലും വലിയ പാടുണ്ട്. മനസ്സിലായില്ലേ പറഞ്ഞാല്? ഒന്നിരിക്കൽ വളയത്തുമ പിടിക്കും, അല്ലെങ്കിൽ വലിക്കാവും. മോമിനായ മനുഷ്യൻ അജബല്ലി അംരിൽ, ഈ ട്രപ്പീസിനെ പറ്റിയാണ് മുത്തുനബി പറഞ്ഞത്. അജബല്ലി അംരിൽ മുഅ്മിനി, മുഅ്മിനായ മനുഷ്യന്റെ കാര്യം അത്ഭുതമാണ്. ഫഇന്നൽ അംറ കുല്ലഹു ലഹു, എവിടേക്ക് വീണാലും ഓൻ അത്ഭുതം, ഓന് ലാഭമാണ്. ഇദാ മസ്സതുഹു സറാഉ ശകറ, നേട്ടമുണ്ടായാൽ അവൻ നന്ദി ചെയ്യും, ഫഹുവ ഖൈറുൽ ലഹു, അപ്പോൾ അവന് നല്ലതാണ്. വഇദാ മസ്സതുഹു ലറാഉ, നഷ്ടം പറ്റിയാൽ സബറ, അവൻ ക്ഷമിക്കും, ഫഹുവ ഖൈറുൽ ലഹു, അപ്പോൾ അവൻ നല്ലതാണ്. മുഅ്മിൻ എന്തുണ്ടാവില്ല, നഷ്ടം ഉണ്ടാവില്ല. മുഅ്മിൻ എപ്പോഴും ആരെടുത്തേക്കേ വീഴുള്ളൂ. എന്തിനു പേടിക്കും? ദർനാക്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല നേരായ വഴിക്ക് പോകാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. അല്ലാഹു നമ്മെ മുത്തഖീങ്ങളിൽ പെടുത്തട്ടെ. ചിന്തിക്ക്, താലക്ക് കൊടുത്താൽ ഇതൊക്കെ താലക്ക്. ഈ കുട്ടിയാണടോ, ഈ കുട്ടിയാണ്, ഈ ആളെയാണ് ഇപ്പോൾ നബിയാക്കിയ. ഈ ആളെ പൊരയിൽ വെക്കാൻ പറ്റാതെ നെയിൽ നദിയുടെ മാറിലേക്ക് ഉമ്മ വലിച്ചെറിഞ്ഞാണ് ഒരു കാലത്ത്, ഒരു കൊട്ടയിലാക്കിയിട്ട്. സുബ്ഹാന ജല്ല വഅല. ആ അള്ളാഹു തന്നെയാണ് ഇപ്പോഴത്തെ അള്ളാഹ്. പേടിക്കണ്ട. അള്ളാഹു നമ്മളെ യഹ്ഫളില്ലാഹ യഹ്ഫളുക. ഇന്നത്തെ വാചകം അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖാല ഖാല ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കി ഈ ഹദീസ് എഴുതി വെക്കണം കേട്ടോ. ഈ ഹദീസ് എഴുതിയ ചപ്പോലെ മനപ്പാഠം പഠിക്കണം. യാ ബുനയ്യ, ഇബ്നു അബ്ബാസിനോട് മുത്തുനബി പറഞ്ഞു, യാ ബുനയ്യ, കുഞ്ഞുമോനെ, യഹ്ഫളില്ലാഹ യഹ്ഫളുക, നീ അള്ളാഹിനെ സൂക്ഷിച്ചാൽ അള്ളാഹു നിന്നെ സംരക്ഷിക്കും. രണ്ടു വാക്കാണ് ഇതിന്റെ പ്രമേയം. ഒന്ന് യഹ്ഫളില്ലാഹ യഹ്ഫളുക, നീ അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ അള്ളാഹു നിന്നെ സംരക്ഷിക്കും. രണ്ട് യഹ്ഫളില്ലാഹ, നീ അള്ളാഹിനെ സൂക്ഷിക്കുക, തജിദുഹു തിജാഹക, നീ എവിടെ തിരഞ്ഞാലും അവനെ നിനക്ക് കാണാൻ കഴിയും. എവിടെ തിരിഞ്ഞാലും അവിടെ ആരുണ്ടാവും? അള്ളാഹുണ്ടാവും. എവിടെ തിരിഞ്ഞാലും അള്ളാഹുണ്ടാവും. യഹ്ഫളില്ലാഹ അൻ ഇബ്നു അബ്ബാസിൻ റളിയല്ലാഹു അൻഹുമാ. ബാപ്പി മോനും മോമിനാണെങ്കിൽ അൻഹുമാ എന്ന് പറയണം. അൻ ഇബ്നു അബ്ബാസിൻ റളിയല്ലാഹു അൻഹുമാ ഖാല ലി റസൂലുള്ളാഹി, മുത്തുനബി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, യാ ബുനയ്യ, കുഞ്ഞുമോനെ, യാ ബുനയ്യ, കുഞ്ഞുമോനെ, യഹ്ഫളില്ലാഹ, നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക, എങ്കിൽ യഹ്ഫളുക, അവൻ നിന്നെ സംരക്ഷിക്കും. അർത്ഥം പറഞ്ഞ നല്ലോണം ശ്രദ്ധിച്ചോളി. യഹ്ഫളില്ലാഹ, നീ എപ്പോഴും അള്ളാഹുവിനെ സൂക്ഷിക്കുക, യഹ്ഫളുക, അള്ളാഹു നിന്നെ സംരക്ഷിക്കും. യഹ്ഫളില്ലാഹ, പിന്നെ പറഞ്ഞു യഹ്ഫളില്ലാഹ, അള്ളാഹുവിനെ നീ സൂക്ഷിക്കുക. തജിദുഹു, നീ അവനെ കണ്ടെത്തും. തിജാഹക, നീ എവിടെ തിരിഞ്ഞാലും.
നീ തിരിയുന്നിടത്തെല്ലാം. ഒന്നുകൂടി. ആരോട് ആര് പറഞ്ഞു? മുത്തുനബി പറഞ്ഞു. ആരോട്? മുത്തുനബിയുടെ കുഞ്ഞുമോനല്ലേ, മുത്തുനബിയുടെ അളാപ്പാന്റെ കുട്ടിയല്ലേ, മുത്തുനബി കുഞ്ഞുമോനായി വളർത്തിയ മുന്നുമോനല്ലേ ആര്? റഈസുൽ മുഫസ്സിരീൻ, അഹ്ലുൽ ബൈത്തിന്റെ നേതാവല്ലേ ആര്? ഹാഷിമി കുടുംബത്തിലെ ലോകം കണ്ട നക്ഷത്രമല്ലേ ആര്? മഹാനായ സയ്യിദുന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. അവരോട് മുത്തുനബി പറഞ്ഞു, യാ ബുനയ്യ, കുഞ്ഞുമോനെ, ഇഹ്ഫളില്ലാഹ, നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക, യഹ്ഫളുക, അപ്പോൾ അള്ളാഹു നിന്നെ സംരക്ഷിക്കും. വീണ്ടും പറഞ്ഞു, യഹ്ഫളില്ലാഹ, നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക, എങ്കിൽ തജിദൂഹു, അവനെ നീ കണ്ടെത്തും, തിജാഹക, നീ എവിടെ തിരിഞ്ഞാലും, എവിടെ പോയാലും അവിടെ കാലുണ്ടാവും, എവിടെ പോയാലും അള്ളാഹുണ്ടാവും. ഈ ഒറ്റക്കാണെങ്കിലും അടുത്ത ആരുണ്ടാവും, അള്ളാഹിനെ സൂക്ഷിച്ചാൽ മതി. ഇന്ന് ബുഖാരിയിലുണ്ട്, മുസ്ലിമിലുണ്ട്, മുത്തഫഖുൻ അലൈഹി. ഇതൊരു ആപ്തവാക്യം പോലത്തെ ഹദീസാ. മറക്കരുത്. നിങ്ങൾക്ക് മനസ്സിലായത് പറഞ്ഞത്, മറക്കരുത്. യഹ്ഫളില്ലാഹ യഹ്ഫളുക, യഹ്ഫളില്ലാഹ തജിദുഹു തിജാഹക, യഹ്ഫളില്ലാഹ യഹ്ഫളുക, യഹ്ഫളില്ലാഹ ഒന്നാമത്തെ വാക്ക്, യഹ്ഫളില്ലാഹ യഹ്ഫളുക രണ്ടാമത്തെ വാക്ക്, യഹ്ഫളില്ലാഹ തജിദുഹു തിജാഹക, തജിദുഹു, നീ അവനെ കണ്ടെത്തും, തിജാഹക, നീ തിരിഞ്ഞിടത്തെല്ലാം. കൊണ്ടുവന്ന സ്വർണം ഒരു 10 കോയിൻസ് സ്വർണം ഒരാള് മാക്ക് കല്യാണം ഉണ്ടാവുമെന്ന് വിചാരിച്ച് കൊണ്ടുവന്നത് കസ്റ്റംസിൽ പിടിച്ചു. അപ്പോൾ ആ മനുഷ്യൻ എന്ത് ചെയ്ത്, പിന്നെ അവിടെ പിടിച്ചു വെച്ച്. അങ്ങനെ ഇയാൾ അവിടെ ഇരുന്ന് ആരോടും പറയാൻ പോയില്ല. ഇയാൾ അവിടെ ഇരുന്ന് ഫാത്തിഹ സൂറത്തോതി അള്ളാഹിനോട് പറഞ്ഞു, റബ്ബേ, ഇയാൾ എന്നോട് നേരിട്ട് പറഞ്ഞു, തനി നാടന് ആരോടും വിളിച്ചാൽ. കുറച്ച് കഴിഞ്ഞപ്പോൾ ആളന്വേഷിച്ച് വരുന്നുണ്ട്, പോലീസുകാരൻ വരുന്നുണ്ട്. ആരാ? കോയിൻസിന്റെ ആളാ, കോയിൻസും കൊടുത്ത് പോയിക്കോ. എത്ര സംഭവം, അങ്ങനെ എന്തൊക്കെ എത്ര സംഭവമാണ്. അങ്ങനെ അവിടെ ആരുണ്ടാവും? അള്ളാഹുണ്ടാവും. പേടിക്കണ്ട. യമൻ എയർവേസിൽ യാത്ര ചെയ്യാണ് ഷിഹാബുലങ്ങൾ, കൂടെ ഈ അഹമ്മദ് സാഹിബും. അപ്പോൾ വിമാനം അപകടത്തിൽപ്പെട്ടു. എല്ലാവരും കരയാൻ തുടങ്ങി. തങ്ങൾ ഇവിടുന്ന് ഇങ്ങനെ പുഞ്ചിരിച്ചു കുത്തിരുന്നു അഹമ്മദ് സാഹിബ് എഴുതിയിട്ടുണ്ട്. എന്തുകൊണ്ട്? ഇനി വീണാലും എവിടേക്കേ വീഴുള്ളൂ, അള്ളാഹു സംരക്ഷണത്തിൽ വീഴുവാനും മുഅ്മിനായ മനുഷ്യൻ പേടിക്കുന്ന ആവശ്യമുണ്ട്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ഇനി എന്ത് സംഭവിച്ചാലും എവിടേക്കേ വീഴുള്ളൂ, അള്ളാഹിന്റെ പൊരുത്തത്തിലേക്ക്. മുഅ്മിന് പ്രശ്നം എന്താ? അജബല്ലി അംരിൽ മുഅ്മിൻ, മുഅ്മിനായ മനുഷ്യന്റെ കാര്യം അത്ഭുതമാണ്. ഫഇന്നൽ അംറ കുല്ലഹു ലഹു, എല്ലാം അവന്. പറയുടെ അർത്ഥം പറ, കുറെ നേരമല്ല ഞാൻ അത് പറയുന്നത്. എന്താ ഇതിനകത്ത്? ഫഇന്നൽ അംറ കുല്ലഹു ലഹു, ഏതിലും അവന് ലാഭമാണ്. ഞാൻ അർത്ഥം എത്ര വട്ടം പറഞ്ഞു? ഫഇന്നൽ അംറ കുല്ലഹു ലഹു, ഏത് കാര്യത്തിലും മുഅ്മിന് ലാഭമാണ്. ഇദാ മസ്സതുഹു സറാഉ ശകറ, നേട്ടമുണ്ടായാൽ അവൻ നന്ദി ചെയ്യും. ഫഹുവ ഖൈറുൽ ലഹു, അപ്പോഴും അവന് നേട്ടമായി. വഇദാ മസ്സതുഹു ളറാഉ, പ്രയാസമുണ്ടായാൽ സബറ, അവൻ ക്ഷമിക്കും. ഫഹുവ ഖൈറുൽ ലഹു, അപ്പോഴും അവന് നേട്ടമായി. മുഅ്മിനായ മനുഷ്യൻ എന്താണ് നേട്ടം? നഷ്ടമില്ല. എന്ത് നഷ്ടം? റബ്ബിനെ വിശ്വസിച്ചാൽ എന്ത് നഷ്ടം? എന്ത് പേടിക്കണം? നമ്മൾ ഇങ്ങനെ ആശങ്കപ്പെട്ട് നടക്കുക. ഈ പത്രം വായിച്ചിട്ട്, പത്രത്തെ പറ്റി ഞാൻ പറഞ്ഞ വാക്ക് വളരെ ശ്രദ്ധിക്കണം. അത് അല്ലത് യുവസ്വിസു. ഒരിക്കലും ഞാൻ വെള്ളിയാഴ്ച വയറിൽ പറയുന്ന ഉസ്താദ്മാർ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ ഉപദേശിക്കുകയാണ്. വെള്ളിയാഴ്ച വയറിൽ ശുഭാപ്തി വിശ്വാസമുള്ള വർത്താനങ്ങൾ പറഞ്ഞു കൊടുക്കണം. വയറിലായ വയറിൽ മുഴുവനും അത് പറഞ്ഞു കൊടുക്കണം. ഇനിയുള്ള കാലഘട്ടത്തിൽ പറഞ്ഞു കൊടുക്കേണ്ടത് ജനങ്ങൾക്ക് എന്ത് കൊടുക്കണം? ഒരു ശുഭാപ്തി വിശ്വാസം. നമുക്ക് ആരുണ്ട്? പിന്നെന്തിനാ കുട്ടികളെ പേടിക്കുന്നത്? ഇല്ലെങ്കിൽ ഇവിടെ പ്രശ്നം ഞങ്ങൾ പ്രശ്നമാക്കുന്നത് വേറൊന്നുമല്ല. എന്താ? കുഫറിന് അടിമകളാകും. ഈ ശുഭാപ്തി വിശ്വാസം നഷ്ടപ്പെട്ട ജനതയായിരിക്കാം. ഇവിടെ നോക്കി, രാവിലെ മുഅ്മിനായ മനുഷ്യൻ, വൈകുന്നേരം കാഫിർ. എളുപ്പല്ലേ? അതായത് കുളം കലക്കി കഴിഞ്ഞാൽ പിന്നെ മീൻ അന്തല്ല, പിന്നെ വലന്റെ ആവശ്യമല്ല. നിങ്ങൾ മീൻ പിടിക്കാൻ പോയിട്ടുണ്ടോ? നിങ്ങൾ ഇവിടെ അങ്ങനെ ഇരുന്നോളി.
എടാ കുണ്ടെന്ന് മീൻ പിടിക്കണമെങ്കിൽ ആദ്യം വേണ്ടത് എന്താ? കലക്കടാ. അല്ലെങ്കിൽ ഡൈനാമോ വെച്ചാൽ പൊട്ടിക്ക. ഡൈനാമോ കൊണ്ട് മീൻ ചാവൂല. ഡൈനാമോ വെച്ച് മീൻ പിടിക്കൽ എങ്ങനെയെന്നറിയോ? ഡൈനാമോ വെച്ച് മീനിന്റെ വെള്ളത്തിൽ പ്രകമ്പനം ഉണ്ടാവും. പ്രകമ്പനം ഉണ്ടാവുമ്പോ സ്വാഭാവികമായി മീൻ അന്തം വിട്ടു, ബോധം പോവും. പെറുക്കിട്ടാ മതി, ഒരു പണിയില്ല. നിങ്ങൾ തോട്ട പൊട്ടിക്കാൻ പോയിട്ടുണ്ടോ? നിങ്ങൾ മീൻ പിടിക്കാൻ പോയിട്ടുണ്ടോ? നിങ്ങൾക്ക് അന്തമുണ്ടോ? എന്തെങ്കിലും ഒരു അന്തം വേണം മനുഷ്യന്മാർക്ക്. ഇപ്പോൾ ഈ പത്രക്കാർ ചെയ്യുന്നത് എന്തെന്നാൽ, ഈ പത്രക്കാർ ചെയ്യുന്നത് കലക്കുക, ആശങ്ക സൃഷ്ടിക്കുക സമുദായത്തിനിടയിൽ. അവർക്ക് ലാഭമാണ്. അതിന്റെ പ്രശ്നം എന്താന്ന് വെച്ചാൽ, ഞാൻ സി എച്ചിന്റെ പ്രസംഗം കേട്ടിട്ടുണ്ട്. സി എച്ചിന്റെ പ്രസംഗം ആവറേജ് എന്തായിരിക്കും? ശുഭാപ്തി വിശ്വാസം. സി എച്ചിന്റെ പ്രസംഗം കേട്ടവരൊന്ന് കൈപൊക്കി, ഒന്ന് പറയും കൈവക്കി. നിങ്ങൾ പാഫക്രങ്ങൾ പൂക്കുവറ്റങ്ങളൊക്കെ പോയ വഴിയിൽ പോകാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. നമ്മൾ രാഷ്ട്രീയം പറയല്ല. പക്ഷെ സി എച്ചിന്റെ പ്രസംഗം കേട്ടവരില്ലേ? ആവറേജ് എന്താ ഉണ്ടാകുക? നമ്മക്കൊരു ആളുണ്ട്, നമ്മക്കൊരു ധൈര്യമുണ്ട്, നമുക്കൊന്നും പറ്റിയിട്ടില്ല, ഇല്ലേ? ഇതല്ലേ കിട്ടുക? അത് മതിയും. ആ ജനത മുന്നോട്ട് പോയിക്കോളും. ഇതെവിടെ പോയാലും എന്ത് പേടിപ്പിക്കണ വർത്തമാനം പറഞ്ഞാൽ ജനത എന്താവും? ആത്മീയമായും ജനത എന്താവും? തകർന്നു. ആ ജനത പിന്നെ എന്താ പ്രശ്നം? ഞാൻ ഈ ആഴ്ച ഒരാൾ വാട്സപ്പിൽ എനിക്ക് കാണിച്ചു തന്നു. ഈ യുപിയിൽ എന്ത് ചെയ്യാന്നറിയാം? പർദ്ദട്ട പെണ്ണുങ്ങൾ എന്ത് ചെയ്യാ? ഷിർക്കിന് ഒഴിയ, ഷിർക്കിന്റെ ബിംബങ്ങൾക്ക് ഒഴിയ. എന്തുകൊണ്ട്? എന്തുകൊണ്ട് ആരതി ഒഴിയ? എന്തുകൊണ്ട്? പേടി. ശുഭാപ്തി വിശ്വാസം നഷ്ടപ്പെട്ട ഒരു ജനത ഷിർക്ക് ചെയ്യും. യുസ്ബിഹു റജുലു മുഅ്മിനൻ വയുംസി കാഫിറ. രാവിലെ മുഅ്മിനാവൻ, വൈകുന്നേരം കാഫിറ. എന്തുകൊണ്ട്? ശുഭാപ്തി വിശ്വാസം നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ അതെ 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 ഇത് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ഒരു ജനതക്കും ആര് കൈവിടൂല. പറയുടെ കുട്ടി ആര് കൈവിടൂല. അള്ളാഹു കൈവിടൂല. പിന്നെ അത് പ്രശ്നം എന്ത്? മരിച്ചു പോയാലോ? മരിച്ചുപോയാലെന്താ? മരിച്ചോട്ടെ. മരിക്കൽ ഇപ്പൊ വലിയ പ്രശ്നമാണോ? ആര് വർഗീയവാദികളൊന്നും ചെയ്തില്ല. എല്ലാവരും നല്ല നിലക്ക് ജീവിച്ചു. എന്നിട്ട് എന്താ ഉണ്ടാകുക? നന്ദിയിൽ നമ്മളെ സ്നേഹിതനുണ്ട് ഒരു ബഷീർ. ഇപ്പൊ ഭയങ്കര തമാശ. അപ്പൊ ഇപ്പം പറയും, പിന്നെ എന്നോടെല്ലാരും രാവിലെ ഓടാൻ വേണ്ടി പറയും. ഞാൻ ഓടൂല, ഓടിയോരൊക്കെ മരിച്ചു, ഞാൻ ഇപ്പോഴും ബാക്കിയ. അതില് ഓട്ടോറിച്ച കുത്തി മരിച്ചവരുണ്ട്, പാമ്പ് അടിച്ച് മരിച്ചവരുണ്ട്, പല നിലക്ക് മരിച്ചവരുണ്ട്. ഞാൻ മരിച്ചില്ല. ഞാൻ ഒന്നും സുബഹി നിസ്കരിച്ചാൽ കുറച്ചേരം കിടക്കും. ഓല അന്നും ജീവിച്ച കാലത്ത് ഓൽക്ക് കടക്കാൻ കൂടിയില്ല. മണ്ടി തന്നെ ഒരു മണ്ടി മരിച്ച് ഞാൻ കടന്ന് ജീവിക്കും ചെയ്ത് എന്ന്. ഈ കോഴിക്കോട് കണ്ട ഏറ്റവും വലിയ, കേരളം കണ്ട ന്യൂറോളജിസ്റ്റാണ് ഡോക്ടർ അബ്ദുൽ ഗഫൂർ. രോഗിക്ക് എഴുതിയ ഷീട്ടിക്ക് വീണ മരിച്ചത്. ഒരു സെക്കൻഡ് മുന്തുകയുമില്ല, ഒരു സെക്കൻഡ് പിന്തുകയില്ല. ഇവിടെ എല്ലാവരും സുരക്ഷിതരായി ജീവിച്ചാലും സമയത്ത് ആരിന് വരും? അസ്റ. പിന്നെ ഞങ്ങൾക്കൊരു വർത്താനല്ലേ കേൾക്കേണ്ടത്? ഷഹീദായി മരിച്ചാലും കട്ടിൽ കിടന്ന് മരിച്ചാലും മരണത്തിന്റെ വേദന ഒന്നാണ്. കണ്ടോന് വ്യത്യാസം ഉണ്ടാവുള്ളൂ, അനുഭവിച്ചവൻ ഒന്നാണ്. പിന്നെ രണ്ടാമത്തൊരാന് സുഖം ഉണ്ടാവും. രണ്ടാമത്തൊരാന് ഷഹീദായവന് അള്ളാന്റെ ഹിഫ്ളിലായിരിക്കും. അയാൾ മരണവേദന അനുഭവിക്കുന്നില്ല. കണ്ടോനാണ് പ്രശ്നം. മനസ്സിലായില്ല? ഞങ്ങൾക്കൊരു ഉദാഹരണം പറഞ്ഞാൽ, ഒരാള് സർക്കസ് കാണിച്ചു. ഒരാള് ഇതിന്റെ മേലെ ഒരാളെങ്ങനെ കിടത്തി. ഇപ്പൊ എന്റെ നാട്ടിലുണ്ട് മറ്റേ മുതുകാട്. എന്ത് മുതുകാടാ? മെജീഷ്യൻ മുതുകാടാന്ന് എനിക്ക് തന്നെ അറിയാം. അവന്റെ പേരടാ ചോദിച്ചത്. നിങ്ങൾ നിൽക്കാനുള്ള ഇങ്ങോട്ടോ മാജിക് കാട്ടണോ? മെജീഷ്യൻ അല്ല, പിന്നാരാ? ഗോപിനാഥ് മുതുകാട്. ഗോപിനാഥ് മുതുകാട് ഇങ്ങനെ ഒരാളെ ഇവിടെ കിടത്തിയിട്ട് ഗോപിനാഥ് മുതുകാട് എന്ത് ചെയ്ത്? കഴുത്തറുത്ത്. മനസ്സിലായോ? കഴുത്തറുത്ത് കാണുന്ന ഒരാൾക്ക് അവിടെ ഇരിക്കാൻ പോലും കഴിയില്ല. ചോരങ്ങനെ വീഴും. ഭീകരമായ രംഗമായി തോന്നും. ആർക്ക്? കാണുന്നവന്. അയാൾക്കൊന്നും പറ്റില്ല. ഇതന്നെയാണ് ഷഹീദ്. ഷഹീദ് ചിരിച്ചു കിടക്കും. അയാൾ മരണവേദന അറിഞ്ഞിട്ടല്ല. ഒരു ഡ്രാമയാണ്, ഒരു മാജിക്കാണ്. എന്ത്? ഷഹാദത്ത്.
അത് തൗഫീഖാണ്. അത് പോരെ കിടന്ന് മരിക്കുകയാണെങ്കിൽ കുറച്ച് കഷ്ടപ്പാടുണ്ടാവും. ഷഹീദായി മരിക്കുമ്പോൾ കഷ്ടപ്പാടെന്നല്ല, ചിരിച്ചാണ് കിടക്കും. എന്നോട് പല ആളുകളും പറഞ്ഞു, ആ മയ്യത്ത് കഫൻ ചെയ്ത് കിടത്തിയത് ഞങ്ങൾ കണ്ടു, ചിരിച്ചടക്കുന്നതാണ്. ഞാൻ പിന്നെ രണ്ടും കണ്ടിട്ടില്ല, എനിക്കത് ഇഷ്ടമല്ല. ഞാൻ കണ്ടില്ല, കാണൽ സുന്നത്തുമില്ല. കണ്ടു എന്നോട് പറഞ്ഞു. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായില്ലേ? എന്തുകൊണ്ട്? ഇതാരാണ്? ഷഹീദാണടാ. ഒരു നിലക്കത് നല്ലതാണ്, ഒരു വേദന ഉണ്ടാവില്ല. ഒരേ കിടന്ന് ഒരിക്കാണെങ്കിലോ മനസ്സിലായില്ല. മറ്റോ അള്ളാന്റെ ഹിഫ്ളിലാണ്, ഒരു പ്രശ്നമല്ല. ഇതല്ലേ മുഅ്മിനായ മനുഷ്യൻ. എന്ത് പ്രശ്നമുള്ളത്? ഒന്ന് വളരെ ചിന്തിക്കാത്തതുകൊണ്ടാണ് മനുഷ്യൻ നാശമാണെന്ന്. ചിന്തിക്ക്. ഒരു പേടിയും പേടിക്കണ്ട. അതിനർത്ഥം എല്ലാവരും ഇവിടെ കൊല്ലുന്നൊന്നുമല്ല. അള്ളാഹു തആല എല്ലാവരും കാത്തു രക്ഷിക്കട്ടെ. മരിക്കുക എന്നുള്ളത് ഒരു സമയത്ത് സംഭവിക്കും, അതിലൊരു ബേജാറും വേണ്ട. അതെന്താണെങ്കിലും ഒരു വേദനയാണ്. മരണത്തിനൊറ്റ വേദനയാണ്. ഒരു ദിവസം ആ കത്തിമേൽ നമ്മൾ അമർത്തപ്പെടും. ഒരു ദിവസം അത് പായി കിടന്നാകാം, അല്ലെങ്കിൽ മാറൽ പോലത്തിലാകാം. മരണത്തിനൊരു വേദനയാണ്. ഇന്നലിൽ മൗത്തിലെ സക്കറാത്ത് എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ. പേടിയൊന്നും വേണ്ട. അള്ളാഹു സുബ്ഹാനഹു വ തആല റിയാസ് എന്ന സഹോദരന് പുറത്തു കൊടുക്കട്ടെ. അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. അള്ളാഹു അദ്ദേഹത്തിന് ഷഹീദിന്റെ പദവി നൽകട്ടെ. അള്ളാഹു അദ്ദേഹത്തിന് ഷഹീദിന്റെ പദവി നൽകട്ടെ. ദാരുണമായ സംഭവങ്ങളെ തൊട്ട് അള്ളാഹു എല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ. അത്തരം ദാരുണമായ സംഭവങ്ങളെ തൊട്ട് അള്ളാഹു എല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ. പക്ഷേ ഡറോമത്ത് ഒരു പേടിയും വേണ്ട. അള്ളാഹു ജല്ല ജലാലായ സുബ്ഹാൻ ഈ പറഞ്ഞവരൊക്കെ സുരക്ഷിതരായി പോവുകയാണെങ്കിലും എല്ലാവരും മരിക്കും. മരണത്തിനൊരു വേദനയാണ്. മുഅ്മിനായ മനുഷ്യൻ അള്ളാഹിന്റെ സംരക്ഷണത്തിലാണ്. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. ബാക്കി അടുത്ത ക്ലാസ്